ശ്രീഹരിയം ദശകം 14 കപിലാവതാരം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ബ്രഹ്മദേവപുത്രനാകും മനു തൻ്റെ മന്വന്തരം ബ്രഹ്മരൂപിയായ നിന്നെ സ്തുതിച്ചു വാണു. 71 ചതുർയുഗകാലം മനു നിന്നെ തൊഴുതല്ലോ സുഖമായി കാലം കഴിച്ചു. ബ്രഹ്മദേവൻ തൻ്റെ ഛായാ സൃഷ്ടിയായ കർദമനോ ബ്രഹ്മനിർദ്ദേശത്താൽ സൃഷ്ടി തൽപരനായി. ബ്രാഹ്മണപ്രിയനാകുന്ന സുന്ദരനാം ഭഗവാനെ അനവധി വർഷക്കാലം ഭജനം ചെയ്തു. തപം ചെയ്ത കർദമനു തമസ്സെല്ലാം അകറ്റുവാൻ താമരപ്പൂക്കളുമായി ഭഗവാനെത്തി. പുഞ്ചിരി പ്രഭ ചോരിയും സുന്ദരമാം തവ രൂപം പൂനിലാവായി കർദമനു പ്രത്യക്ഷമായി. സ്തുതി ചെയ്തു കർദമനും വരം നൽകി ഭഗവാനും ദേവഹൂതി കർദമനു പ്രിയതമയായി. 9 പുത്രിമാരെയും മോക്ഷത്തെയും നൽകി ഭവാൻ കപിലനെന്ന പുത്രനായി അവതരിച്ചു. നാരദമാമുനീന്ദ്രൻ്റെ പ്രേരണയാൽ മനു തൻ്റെ ശതരൂപ എന്ന പട്ട മഹിഷിക്കൊപ്പം ദേവഹൂതി എന്ന തൻ്റെ മകളുമായി സസന്തോഷം കർദമൻ്റെ സാവിധത്തിൽ വന്നു ചേർന്നല്ലോ. വിഷ്ണുവിൻ്റെ ഭജനത്താൽ സംതൃപ്തനാം കർദമനോ വനിതാരത്നമായിടും ദേവഹൂതിയെ സ്വീകരിച്ചു. അവളുടെ ഭക്തിഭാവപൂർണമായ ശുശ്രൂഷയാലേറെ പ്രസന്നനായി ഭവിച്ചു. ദേവാ നിന്നെ ആരാധിച്ച മഹാത്മ്യത്താൽ കർദമനോ ദേവഹൂതിക്കായി തീർത്തു വിമാനമൊന്ന്. ദിവ്യനാരീ സമേതരായി കർദമനും പത്നി താനും ദിവ്യഭൂമികളിൽ മതി മറന്നു ചുറ്റി. 100 വർഷക്കാലം ക്രീഡാസുഖങ്ങൾ അനുഭവിച്ചു. രമ്യകളാം 9 പുത്രികളുമുണ്ടായി. തപസ്സിനായി കാട്ടിലേക്കു പോകുവാനൊരുങ്ങിയിട്ടും ഭഗവാന്റെ ജന്മത്തിനായി കൊതിച്ചിരുന്നു. കർദമൻ്റെ വാക്കുകളെ ശിരസാവഹിച്ചു പത്നി കരുണാസാഗരനെത്താൻ തപം തുടങ്ങി. ആത്മവിദ്യ ജനങ്ങൾക്കു പകരുവാനായിക്കൊണ്ടു ആത്മാരാമൻ കപിലനായി അവതരിച്ചു. കപിലമൂർത്തിയാകുന്ന ഗുരുവായൂരപ്പാ ദേവ കർദമനോ കാട്ടിലേക്കു നടന്നു നീങ്ങി. അമ്മയ്ക്കു ആത്മജ്ഞാനത്തെ ഉപദേശിക്കുന്ന പ്രഭോ അടിയൻ്റെ രോഗങ്ങളെ തീർത്തു തരണേ. നാരായണ 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 വാതാലയേശ.